ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൽ ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. അപ്പോൾ ആദ്യ 10 ചോദ്യങ്ങൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി വരുന്ന രണ്ടാം ഭാഗത്തിൽ 10 ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണക്കിനെ സംബന്ധിച്ച് നമ്മൾ വർക്കൗട്ട് തന്നെ ചെയ്യണം. ഷോർട്ട് കട്ടൊക്കെ പഠിക്കുമ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് റിവൈൻ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് പഠിച്ചത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നതുവരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഷോർട്ട് കട്ടെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, വാട്ട് ഡേ ഓഫ് ദ വീക്ക് വിൽ ബി ഓൺ 8 ജൂൺ 2025? അപ്പോൾ 2215 ജൂൺ 8-ാം തീയതി ഏത് ദിവസം എന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഡേറ്റ് അറിയാം, ആ ഡേറ്റ് വെച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല എങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് പറയുമ്പോൾ ഇത്തിരി ലെങ്തി ആണെങ്കിലും ഇത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ തീർച്ചയായും ആൻസറിൽ എത്തിച്ചേരാം. അത് പറയുമ്പോൾ മാത്രമാണ് ഇത്തിരി ലെങ്തി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആ മെത്തേഡാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. വർഷം നോക്കുക, 2215. അപ്പോൾ നമ്മൾ വർഷം എഴുതുമ്പോൾ ഈ തന്നിട്ടുള്ളതിൽ നിന്നും 1 കുറച്ച് എഴുതുന്നു. അപ്പോൾ നമ്മൾ വർഷം എഴുതി 2214. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു വർഷം കുറച്ചെഴുതി. ഇനി ഈ വർഷത്തിനെ 400 കൊണ്ട് പൂർണ്ണമായും ഭാഗിക്കുക. അപ്പോൾ 400 കൊണ്ട് പൂർണ്ണമായും ഭാഗിക്കുമ്പോൾ 2000, അതുവരെ 400 പൂർണ്ണമായും പോകും, 214 പോകില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ 214 എന്ന് എഴുതി. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 2214 കിട്ടുമല്ലോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ പൂർണ്ണമായും 400 കൊണ്ട് പോയതിനെ കളയുക. അതിനെ ഇവിടെ വെച്ച് അങ്ങ് സ്കിപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് എടുക്കുക, 214. ഇനി ബാക്കി ചെയ്യുന്നത് 214 വെച്ചിട്ടാണ്. ഇനി ഈ 214-ൽ എത്ര 100 ഉണ്ട്? 2 100 ഉണ്ട്. അപ്പോൾ 2 × 100 200, 200 + 14. അപ്പോൾ വീണ്ടും നമ്മൾ 214-ൽ എത്തി. ഇനി ചെയ്യേണ്ടത് ഈ 200 ഉണ്ടല്ലോ, അതിൽ 2 100 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 100 ഉണ്ട്. അപ്പോൾ ആ 2-നെ 5 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതുക. 2 × 5 10. അപ്പോൾ 5 എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കാം. 5 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എത്ര 100 ഉണ്ടോ അതിനെ 5 കൊണ്ട് ഗുണിച്ച് താഴെ എഴുതുക. ഇനി ചെയ്യേണ്ടത് ഈ 14. ഈ 14-ൽ എത്ര അതിവർഷങ്ങളുണ്ടെന്ന് നോക്കുക. 3 × 4 12 ആണ്. അപ്പോൾ എത്ര അതിവർഷം ഉണ്ടായിരിക്കും? തീർച്ചയായും 3 അതിവർഷം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എഴുതുന്നു 10 + ഈ 14-ൽ 3 അതിവർഷം, ബാക്കി എത്ര വർഷം കൂടെ ഉണ്ട്? +11. 11 3 14. ഇവിടെ എത്തി. ഇനി ചെയ്യേണ്ടതാണ് ഈ അതിവർഷം 3 ഉണ്ടായിരുന്നില്ലേ, അതിനെ 2 കൊണ്ട് ഗുണിച്ച് തൊട്ട് താഴെ എഴുതുക. ഇനി ഈ 10-നെ അതുപോലെ എഴുതി 10 + 6 + 11. ഇതിനെ ഒന്ന് കൂട്ടി വയ്ക്കുക. അപ്പോൾ 10 11 21 6 27. ഇനി ചെയ്യേണ്ടത് ജൂൺ 8 കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ജനുവരിയിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസം. ഫെബ്രുവരി ഇത് ലീപ്പ് ഇയർ ആണോ? 2215 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ 28 ദിവസം എടുക്കുന്നു. മാർച്ചിൽ 31 ദിവസം, ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂൺ 8. അപ്പോൾ ഇവ കൂട്ടുമ്പോൾ നമുക്ക് 159 എന്ന് കിട്ടും. ഈ 159 കൂടി ഈ 27 കൂട്ടുക. അത് കൂട്ടുമ്പോൾ 186 കിട്ടും. ഈ 186-നെ പഴയതുപോലെ തന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 7 14, 4 6 6 42, ശിഷ്ടം 4. നമുക്ക് ശിഷ്ടം 4 കിട്ടി.
ഇനി ശ്രദ്ധിക്കുക, ശിഷ്ടം 4 കിട്ടിയത്. 0 എന്ന് പറയുന്നത് സൺഡേ, 1 മൺഡേ, 2 എന്ന് പറയുന്നത് ട്യൂസ്ഡേ, 3 എന്ന് പറയുന്നത് വെനസ്ഡേ, 4 എന്ന് പറയുന്നത് തേഴ്സ്ഡേ. അപ്പോൾ ഇതാണ് ഓർഡർ. 0 സൺഡേ, 1 മൺഡേ, 2 ട്യൂസ്ഡേ, 3 വെനസ്ഡേ, 4 തേഴ്സ്ഡേ. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 4 എങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, തേഴ്സ്ഡേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കണക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ലെങ്തി എന്നേ ഉള്ളൂ, ഒരിക്കൽ കൂടി കണ്ട് അതിൻ്റെ മെത്തേഡൊന്ന് എഴുതി പഠിക്കുക, ഈസി ആയിരിക്കും. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബിക്കം ഇൻ ദ പ്ലേസ് ഓഫ് ഡാഷ്. അപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ആൽഫബറ്റ് എഴുതുക, ABCDEFG. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ എഴുതുക. എന്നിട്ട് ഇ കഴിഞ്ഞിട്ട് ഹെച്ച് എങ്ങനെ വന്നു എന്ന് നോക്കുക. ഇ കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ഹെച്ച് വരുന്നത്, ഹെച്ച് കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞാണ് കെ വരുന്നത്, കെ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞാണ് എൻ വരുന്നത്, എൻ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് ക്യൂ വരും, ജി കഴിഞ്ഞ് 2 ലെറ്റർ ജെ വരും, ജെ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് എം വരും, എം കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് പി വരും, പി കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് എസ് വരും. അപ്പോൾ ക്യൂ എസ് ഉള്ളത് നോക്കുക, ക്യൂ എസ് ഉള്ളത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഫൈൻഡ് 10 + 10 × 10 ÷ 10 - 10. അപ്പോൾ ബോഡ് മാസ് റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ബോഡ് മാസ് റൂൾ അറിയാലോ, ബോഡ് മാസ് വേറെ ഒന്നുമില്ല. ആദ്യം ബ്രാക്കറ്റ് ഓഫ് ഉണ്ടോ നോക്കാം, ഡിവിഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ ഡിവിഷനാണുള്ളത്, 10 ÷ 10 1 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ്, 10 × 1 10 കിട്ടും. പിന്നെ ഉള്ളത് അഡീഷനും സബ്ട്രാക്ഷനുമാണ്. +10ഉം -10ഉം ക്യാൻസൽ ആവും, ബാക്കിയുള്ളത് 10 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സം ഓഫ് മണി ഈസ് ഈക്വൽ ടു ദ പ്രിൻസിപ്പൽ ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് പെർസെൻറ്റ് പെർ ആനം. ഫൈൻഡ് ദ റേറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ബേസിക്കായിട്ട് അറിയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വയ്ക്കുക, I = PNR/100. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ് നോക്കാം. ദ ഓൺ സം ഓഫ് മണി ഈക്വൽ ടു ദ പ്രിൻസിപ്പിൾ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ മണി ഈസ് ഈക്വൽ ടു ദ പ്രിൻസിപ്പിൾ, അതായത് I = P എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. I = P. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സം ഓഫ് മണി ഈസ് ഈക്വൽ ടു ദ പ്രിൻസിപ്പിൾ ആൻഡ് നമ്പർ ഓഫ് ഇയർ ഈസ് ഈക്വൽ ടു ദ റേറ്റ്. നമ്പർ ഓഫ് ഇയർ N = R എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചോദിച്ചിട്ട് ഫൈൻഡ് റേറ്റ് പെർസെൻറ്റേജ്. 6 ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. I = P. അങ്ങനെയെങ്കിൽ ഇവിടെ വച്ച് തന്നെ ഐയും പിയും ക്യാൻസൽ ചെയ്യും. കാരണം I / P വരുമ്പോൾ I 5 ആണെങ്കിൽ പിയും 5 ആണെങ്കിൽ 5/5 1. അപ്പോൾ ഐയും പിയും ക്യാൻസലായി. ബാക്കിയുള്ളത് അതുപോലെ എഴുതാം. 100 = NR എന്ന് വരും. കാരണം ഈ 100 ഇവിടെ പോകും, ബാക്കിയുള്ളത് NR. വീണ്ടും പറഞ്ഞിട്ടുണ്ട് N = R. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിലോട്ട് കൊടുക്കാം. 100 N = R ആണല്ലോ, അപ്പോൾ R². അപ്പോൾ R² 100 ആണ് എങ്കിൽ R എത്രയാണ്? √100 ആണ്. √100 10. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹൗ ലോങ് വിൽ എ 150 meter long train running at a speed of 60 km/h take to cross the bridge of 300 meter long? അപ്പോൾ 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 60 km/h സ്പീഡാണെങ്കിൽ എടുക്കുന്ന സമയം എത്രയെന്നാണ് ചോദ്യം. ബേസിക് ഇക്വേഷൻ ഓർത്തിരിക്കുക, സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിവിടെ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ D/S. ഡിസ്റ്റൻസ് എത്രയാണ്? 150 മീറ്ററും 300 മീറ്ററും, അപ്പോൾ 450 മീറ്റർ ഡിവൈഡ് ബൈ T എത്രയാണ്? T ആണ് കാണേണ്ടത്. എസ് എത്രയാണ്? 60 km/h ആണ്. ഇവിടെ യൂണിറ്റ് നോക്കുക, ഇവിടെ km/h ഇവിടെ m/km ആണ് കിടക്കുന്നത്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക.
ഇൻറ്റു 5 ഡിവൈഡ് ബൈ 18 മേളിൽ പോകും 18. ക്യാൻസൽ ചെയ്യാം. 0 9 5 45 2 3 6 3 3 9 2 ഇൻറ്റു 9 3 ഇൻറ്റു 9 27 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് മോനു ആൻഡ് സോനു അറ്റ് പ്രസൻറ്റ് ഈസ് 4:1. 8 years ago, Monu's age was 10 times the age of Sonu. What is the present age of Monu? അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസറും എഴുതി. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ഇതേ മെത്തേഡിലൊന്ന് എഴുതാൻ പഠിക്കുക. വേറൊന്നുമില്ല, രണ്ടാൾക്കാർ മോനു സോനു MS എഴുതി. പ്രസൻറ്റ് ഏജ് 4:1 എഴുതി. അവർക്ക് നേരെ എഴുതി. 8 years ago വർഷം കൊണ്ട് മാറ്റി എഴുതി. എന്നിട്ട് അവരുടെ റേഷ്യോ 10 times 10:1 എഴുതി. 10:1. വാട്ട് ഇസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് മോനു? ഇതാണല്ലോ പ്രസൻറ്റ് ഏജ് ആയിരുന്ന റേഷ്യോ. അത് റൗണ്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, വർഷം ഇൻറ്റു 8 ഇൻറ്റു റൗണ്ട് ചെയ്തത് ഇൻറ്റു 4 ഇൻറ്റു ഈ റൗണ്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 10 - 1 9 ഡിവൈഡ് ബൈ ഇവയെ ക്രോസ് ചെയ്ത് അവയുടെ വ്യത്യാസം എടുക്കുക. 1 ഇൻറ്റു 10 10, 1 ഇൻറ്റു 4 4, 10 - 4 6 എന്ന് കിട്ടും. ഇനി ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. 2 3 6 3 3 9 4 4 4 16 16 ഇൻറ്റു 3 48. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം കൂൾ ഓഫ് ടൈമിന് വേണ്ടി വെറുതെ ചോദിച്ചാണ്. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം? 7 12 19 5 ഡിഫറൻസ് ആണ്. 7 ഡിഫറൻസ് ആണ്. അത് തീർച്ചയായും 9 കൂട്ടണം. 9 കൂട്ടുമ്പോൾ 28. അടുത്ത ചോദ്യം, റോണി വാക്ക് 20 kilometer ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ ഡയറക്ഷൻ പ്രോബ്ലമാണ്. NEWS. റോണി വാക്ക് 20 meter ടുവേർഡ്സ് നോർത്ത്. 20 പോയി. ദെൻ ഹി ടേൺ റൈറ്റ് വാക്ക് 30 meter. റൈറ്റിലേക്ക് തിരിഞ്ഞ് 30 meter സഞ്ചരിച്ചു. ദെൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്ക് 35. ഇതുവരെ 20 ആയിരുന്നു. ഇത് 35 എങ്കിൽ ഇത് എത്ര? 15 ആയിരിക്കും. ഇത് മുതൽ ഇതുവരെ 15 ആയിരിക്കും. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ ലെഫ്റ്റ് തീർച്ചയായും ഇങ്ങോട്ടായിരിക്കും. ലെഫ്റ്റിലേക്ക് പോയി 15 meter നടന്നു. ഫൈനലി ഹീ ടേൺസ് ലെഫ്റ്റ്. വീണ്ടും ലെഫ്റ്റ് സഞ്ചരിച്ച് ഇവിടെ എത്തി. അതിൻ്റെ വാക്ക് 15 kilometer. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുവാണ് എങ്കിൽ ഈ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് മുതൽ ഇതൊരു 15 ആണ്. അതിവിടെ തിരിച്ചു നടന്നു. അപ്പോൾ ഈ പോയിന്റിലെത്തി. അപ്പോൾ ഈ ദൂരം ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ 30 ഉണ്ട്. ഇത് മുതൽ ഇതൊരു 30 ഉണ്ട്. ഇത് മുതൽ ഇതുവരെ 15 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 + 15 45 meter ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ എ പൈപ്പ് ഇൻ 6 hours ആൻഡ് ബൈ pipe B in 3 hours, each pump working on its own. When the tank is full and a drainage hole is open, the water drained for hours. If initially the tank was empty and someone started to pump together but left the drainage hole open, how long does it take for tank to be filled? വേറെ ഒന്നുമില്ല, ഒരു ടാങ്ക് ഉണ്ട്. അതിൽ 2 പൈപ്പും ഉണ്ട്, ഒരു ഹോളും ഉണ്ട്. അപ്പോൾ ഈ പൈപ്പ് 6 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് നിറയ്ക്കും. ബാക്കിയെല്ലാം ക്ലോസ് ആയിരുന്നാൽ. പൈപ്പ് ബി 3 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് നിറയ്ക്കും. ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ആയിരുന്നാൽ. ഇനി ഒരു ഹോൾ ഉണ്ടല്ലോ, അവിടെ 4 മണിക്കൂർ കൊണ്ട് അത് എംറ്റി ആവും. അപ്പോൾ ഒരാൾ ഇത് 3ഉം ഒരേ സമയം പ്രവർത്തിച്ചു എങ്കിൽ ആ ടാങ്ക് നിറയാനെടുക്കുന്ന സമയം. വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇത്രയും ഒന്ന് ചെയ്താൽ മതി. ഈ 2 പൈപ്പ് ഉണ്ടല്ലോ തുറക്കുന്നത്, ആഡ് ചെയ്യുന്നത്, അതിനെ 1/6 +
1/3 എടുക്കുക, അവ തമ്മിൽ ആഡ് ചെയ്യുക. ഇനി എം ടി ആകുന്ന പൈപ്പ് ഉണ്ടല്ലോ, അതിനെ മൈനസ് ഇട്ട് ചെയ്യുക, 1/4. ഇനി ഇതിനൊന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. എൻ്റെ എൽ സി എം എത്രയായിരിക്കും? 12 ആയിരിക്കും. 12ൽ 6 2 പ്രാവശ്യം, 2 + 3 4 പ്രാവശ്യം കൊണ്ട്, 4 + 4 3 പ്രാവശ്യം കൊണ്ട് 3, മൈനസ് ആണേ, -3. 4 + 2 6, 6 - 3 3, 3/12. ഇനി ഇതിനൊന്ന് തിരിച്ചിടുക, 12/3 = 4 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് 7⁻45? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇതിനൊരു പാറ്റേണിൽ ആക്കുക. പാറ്റേൺ എങ്ങനെയാക്കും? 7⁻1 7, 7⁻2 എന്ന് പറയുന്നത് 49, 7⁻3 എന്ന് പറയുന്നത് 343, 7⁻4 എന്ന് പറയുന്നത് 2401. അപ്പോൾ ഇത്രയും നമ്മൾ ഗുണിച്ചൊന്ന് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് 7⁻5 എടുക്കുമ്പോൾ വീണ്ടും 7 നമുക്ക് കിട്ടും. 7⁻5 എടുക്കുമ്പോൾ 7 കിട്ടും. 7⁻6 എടുക്കുമ്പോൾ വീണ്ടും അവസാനം 9 കിട്ടും. 7⁻7 എടുക്കുമ്പോൾ അവസാനം 43 കിട്ടും. 7⁻8 എടുക്കുമ്പോൾ അവസാനം 01 കിട്ടും. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ശ്രദ്ധിക്കുക, 7⁻1 ഈ 4 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ ആവശ്യം 7⁻45. ഇവിടെ നോക്കാം, 4 8 ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 അവസാനത്തെ നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ 10 × 4 40, 11 × 4 44 ആവുമ്പോൾ തീർച്ചയായും 01 ആയിരിക്കും അവസാനമുള്ളത്. 45 ആവുമ്പോൾ ഈ മുകളിലത്തെ ടേമിൽ പോകും 7 ഉള്ളത്. അപ്പോൾ ഓപ്ഷനിൽ അവസാനം 7 ഉള്ളത് ഓപ്ഷൻ എ ആണ്, 07. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രസകരമായ ചോദ്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ചെയ്ത് പഠിക്കുക, തീർച്ചയായും ആൻസർ ലഭിക്കും. ഇനിയും ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.